അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇനി അടുത്തതാണ് എക്സ്പ്ലനേഷൻ ഓഫ് സം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ്. അതായത് ഈ അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ രീതികൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ടു ദ പാർട്ണേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ടു ദ പാർട്ണേഴ്സിനാണ് കൊടുക്കുന്നത്. ഹാസ് എ കോമ്പൻസേഷൻ ഫോർ ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ടു ദ ഫേം. ഹാസ് എ എന്താണ് കോമ്പൻസേഷൻ, ഒരു എന്തെടുക്കുക, ഒരു നഷ്ടപരിഹാരം കൊടുക്കുക. ഫോർ ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ടു ദ ഫേമിലേക്ക് അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്, അതായത് ക്യാപിറ്റൽ മൂലധനം കൊണ്ടുവരുന്നതിന് പാർട്ണേഴ്സിന് കൊടുക്കുന്ന ആ ക്യാപിറ്റൽ മൂലധനത്തിൻ്റെ മുകളിൽ കൊടുക്കുന്ന പലിശക്കാണെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇത് ശ്രദ്ധിക്കുകയാണ്. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാകൂല. ഈസ് പേയബിൾ ഇൻ ദ ഫേം ഈസ് വർക്കിംഗ് അറ്റ് ലോസ്. ഒരു സ്ഥാപനം ലോസിൽ, നഷ്ടത്തിലാണ് ഓടുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുന്ന സമയത്ത് കൺസിഡറിങ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. പ്രധാനമായും 3 ഘടകങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സച്ചാസ് റൈറ്റ്, എമൗണ്ട്, പീരീഡ്. എമൗണ്ട്, റൈറ്റ്, പീരീഡ്, ഈ 3 ഘടകങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത്, ക്യാപിറ്റലിന് മുകളിലുള്ള പലിശ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ഥാപനം നഷ്ടത്തിലാണ് ഓടുന്നത് എങ്കിൽ ആ സ്ഥാപനം എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? അതായത് ആ പാർട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാണുക? അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. CPL എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ ഓഫ് ദി പാർട്ണേഴ്സ് ഇൻറ്റു റൈറ്റ് ഇൻറ്റു പീരീഡ് ഫോർ വിച്ച് എമൗണ്ട് റിമൈൻ ദ ബിസിനസ്. റൈറ്റ് ഇൻറ്റു പീരീഡ് ഫോർ വിച്ച് എമൗണ്ട് റിമൈൻ ദ ബിസിനസ്. ബാക്കി എത്ര സമയമാണ് ബിസിനസ്സിലുള്ളത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്യാപിറ്റൽ കാണുന്ന സമയത്ത് റൈറ്റും പീരീഡും എമൗണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ എമൗണ്ട് കൺസിഡർ ചെയ്ത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ലോസാണ് ഉള്ളത് എങ്കിൽ ആ ബിസിനസ് സ്ഥാപനം എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ണേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ണേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ണേഴ്സ് അക്കൗണ്ട്. ടു ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പാർട്ണേഴ്സിന് എന്ത് കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കുക, പലിശ കൊടുക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുക. നമ്മൾ കണ്ടിട്ടുണ്ടാകും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടുന്നാണ് മാറ്റുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലേക്ക് മാറ്റുക? ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നോക്കിക്കോ, C&D ആർ ദ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി. സിയും ഒരു എക്സാമ്പിളാണ്. സിയും ഡിയും ഒരു പാർട്ണേഴ്സിൻ്റെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ലോസ് ഈക്വലായിട്ട് വീതിക്കുന്ന രണ്ടാളുകളാണ് സിയും ഡിയും. ദെയർ ക്യാപിറ്റൽ ഓൺ 1 ജനുവരി 2010 അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000, 30,000 റെസ്പെക്റ്റീവ്ലി. 20,000 30,000 റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം. അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6% പെർ ആനം ഒരു വർഷത്തിൽ. PERANNUM അതാണ് പെർ ആനം എന്ന് പറയുന്നത്. ഫോർ ദ ഇയർ എൻഡിങ് 31 ഡിസംബർ 2010. അവരുടെ വർഷം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഡിസംബർ 2010 അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, സിയും ഡിയും പാർട്ണർമാരാണ്.
അവിടെ പ്രോഫിറ്റും ലോസും ഈക്വലായിട്ടാണ് വിധിക്കുന്നത്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ബാലൻസ് 1 ജനുവരി 2010 20,000 30,000 സിൻ്റെ 20,000 ഡീൻ്റെ 30,000. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6% ഒരു വർഷത്തിൽ ഫോർ ദ ഇയർ എൻഡ് 31 ഡിസംബർ 2010. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു റൈറ്റ് ഇൻറ്റു പീരീഡ്. റൈറ്റ് ഇൻറ്റു പീരീഡ് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ണർ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ പകുതി വെച്ചിട്ടൊക്കെയാണ് വരുന്നത് എങ്കിൽ അതാണ് അവിടെ പീരീഡ് കൊണ്ടുവരുന്നത്. ഒരു വർഷം മുഴുവനായിട്ട് ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ പീരീഡിന് അവിടെ എന്ത് കൊടുത്താൽ മതി? 1 എന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഒരാൾ വർഷം മുഴുവനായിട്ട് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പീരീഡിന് പകരമായിട്ട് അവിടെ എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സീൻ്റെ കാണുന്ന സമയത്ത് 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 1, അതായത് എമൗണ്ട് 20,000, റൈറ്റ് 6% പറഞ്ഞു, 6/100 ഇൻറ്റു അവിടെ പീരീഡ് 1 എന്ന് കൊടുക്കുക. ഒരു ആൾ ഒരു വർഷം മുഴുവനായിട്ട് ആ ബിസിനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1200. ഇനി ഡീൻ്റെ കാണുന്ന സമയത്ത് 30,000 അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1, 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 മീൻസ് 1800. 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 മീൻസ് 1800. അപ്പം ഡീൻ്റെത് 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1800. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്നതിന് ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക എന്നുള്ളതാണ് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഫോർ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എയും ബിയും പാർട്ണർമാരാണ്. അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പം എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ ബാലൻസ് ഓൺ 1 ജനുവരി 2016. എൻ്റെത് 30,000 ആൻഡ് 20,000 റെസ്പെക്റ്റീവ്ലി. ബീൻ്റെ 20,000. ഡ്യൂറിങ് ദ ഇയർ എ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ. എ എന്ന് പറയുന്ന ആൾ അഡീഷണൽ ആയിട്ട് 10,000 രൂപ 1 ജൂൺ 2016 കൊണ്ടുവന്നു. അപ്പോൾ നോക്കുക, ഡ്യൂറിങ് ദ ഇയർ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് 10,000. ഡ്യൂറിങ് ദ ഇയർ എ അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് 10,000 ഓൺ 1 ജൂൺ 2016. ഡേറ്റ് ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്ന ആൾ അഡീഷണൽ ആയിട്ട് 1 ജൂൺ 2016 എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബി ബ്രോട്ട് മീൻസ് കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലാണ് ബ്രോട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ബ്രോട്ട് ഇൻ 15,000 ഓൺ 1 ജൂലൈ 2016. ആദ്യത്തെ ആൾ എന്തുകൊണ്ട് 1 ജൂൺ 2016 കൊണ്ടുവന്നു അഡീഷണലായിട്ട്. രണ്ടാമത്തെ ആൾ 15,000 എന്ത് കൊണ്ടുവന്നു? 1 ജൂലൈയിൽ കൊണ്ടുവന്നു. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് അറ്റ് 6% പെർ ആനം. അതായത് ഒരു വർഷത്തിൽ 6% അവരുടെ ക്യാപിറ്റലിൻ്റെ പലിശ കൊടുക്കുന്നത്. അക്കൗണ്ട് ആർ ക്ലോസ്ഡ് ഓൺ 31 ഡിസംബർ എവരി ഇയർ. 31 ഡിസംബറിനാണ് എല്ലാ വർഷവും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി അലൗഡ് എ ആൻഡ് ബി ഫോർ ദ ഇയർ 2016. 2016 എക്കും ബിക്കും എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്ന സമയത്ത് നമുക്കറിയാം എമൗണ്ട് ഇൻറ്റു റൈറ്റ് ഇൻറ്റു പീരീഡ്, അതാണല്ലോ ചെയ്യേണ്ടത്. എൻ്റെത് ആദ്യത്തെ നോക്കുക 30,000 രൂപ കൊണ്ടുവന്നിട്ട് നമുക്കറിയാം എങ്ങനെ ചെയ്യാന്നുള്ളത്. 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 എന്ന് കൊടുത്താൽ മതി, 1800. രണ്ടാമത്തെ ബീൻ്റെ 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 1200. അതായത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഒരു വർഷം മുഴുവനായിട്ട് ആ ക്യാപിറ്റൽ ഉണ്ട്. എൻ്റെ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 1800. ബീൻ്റെത് 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 1200. ഇനി അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്ന സമയത്ത് എ എന്ന് പറയുന്ന ആൾ 10,000 രൂപ കൊണ്ടുവന്നു. 10,000 ഇൻറ്റു ഒക്കെ എമൗണ്ടിൽ മാറ്റമല്ല, റേറ്റ് 6/100 ഇൻറ്റു. ഇനി എന്താണ് നോക്കേണ്ടത്? കൊണ്ടുവന്ന മാസം നോക്കണം. ഏത് മാസത്തിലാണ് കൊണ്ടുവന്നത്? ജൂണിലാണ്. ജൂൺ 1 കൊണ്ടുവന്നത്. അപ്പോൾ ആ ജൂൺ മുതൽ അക്കൗണ്ട് എന്നാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കുക? ഡിസംബർ. അപ്പോൾ എത്ര മാസം ഉണ്ട് നോക്കുക? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു
7/12. നേരത്തെ നമ്മൾ 1 എന്നാണ് കൊടുത്തത്, കാരണം അത് ഒരു വർഷം മുഴുവനായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഇത് അങ്ങനെയല്ല, ആ വർഷത്തിൻ്റെ പകുതി വെച്ചാണ് തുടങ്ങിയത്. അപ്പം കൊണ്ടുവന്ന അന്ന് മുതൽ അക്കൗണ്ട് ക്ലോസ് ആകുന്നത് വരെയുള്ള ഡേറ്റുകൾ നോക്കണം. ഏതൊക്കെയാണത്? ഫസ്റ്റ് ജൂണിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ എത്ര മാസമുണ്ട്? 7 മാസം. 7/12. അപ്പം 10,000 ഇൻറ്റു റേറ്റ് 6 തന്നെയാണ്, 6/100 ഇൻറ്റു 7 മാസമാണ് കൊണ്ടുവന്ന് 7/12 ഇസ് ഈക്വൽ ടു എത്ര? 350. ഇനി ബീൻ്റെത് അങ്ങനെയൊന്നും ചെയ്ത് നോക്കുക, എങ്ങനെയായിരിക്കും ചെയ്യാൻ കിട്ടുക നമുക്ക്? അപ്പോൾ ബീൻ്റെത് എങ്ങനെയായിരിക്കും? അവിടെ 15,000 ഇൻറ്റു 15,000 അല്ലേ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന്, 15,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/100 6% ഇൻറ്റു നോക്കുക. ഫസ്റ്റ് ജൂലൈയിൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര ഉണ്ട്? ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 6 മാസമേ ഉള്ളൂ. അപ്പോൾ 6/12. അവിടെ 1 എഴുതാൻ പാടില്ല, കാരണം പകുതി വെച്ചാണ് ക്യാപിറ്റൽ കൊണ്ടുവന്ന്. അപ്പോൾ 6/12 ഇസ് ഈക്വൽ ടു 450. അപ്പോൾ രണ്ടാളുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കിട്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായിരിക്കും ഉണ്ടാവുക? എൻ്റെത് ആദ്യത്തെ 1,800 ഉണ്ട് ഇല്ലേ? എൻ്റെ ആദ്യത്തെ 1,800 ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ള 350, രണ്ടും കൂടി കൂട്ടിയാൽ 2,150. ഇനി ബീൻ്റെതോ? ബീൻ്റെ 1,200 ഉണ്ട്, ആദ്യത്തെ 1,200 ഉണ്ട്, രണ്ടാമത്തെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന 450 ഉണ്ട്. അപ്പോൾ 1,200 + 450 എത്രയായി മാറി? 1,650. ഇങ്ങനെയാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ എന്ത് കാണേണ്ടത്? നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മറ്റുള്ള പ്രോബ്ലംസുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും നോട്ടുകൾ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അക്കൗണ്ടൻസിൻ്റെ നോട്ടിൽ എഴുതിയെടുക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും